കുറച്ച് ഭാഗത്തൊക്കെ ഇങ്ങനെ വണ്ടി തിരിച്ചത് കൊണ്ടൊക്കെ കേടായിട്ടുണ്ട്. ഇതൊക്കെ അവർ നന്നാക്കുമെന്ന് അറിയില്ല. ഇങ്ങനെയൊക്കെയുള്ള ഫിനിഷിങ് വർക്കുകളൊക്കെ ചില ഭാഗത്തൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് കാണാം ക്രഷ് ബാരിയറിന് മഞ്ഞയും കറുപ്പൊക്കെ പെയിൻ്റ് അടിച്ചിട്ട് വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് വയഡക്റ്റിൻ്റെ മുകളിൽ. ഇനി ഇവിടെ ഒരു വർക്കുമില്ല. ലൈറ്റിൻ്റെ കാലുകൾ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ക്രാഷ് ബാരിയറിന് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ സൈഡിൽ നീല പെയിൻറ്റുകൾ വരെ അടിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇതിലൂടെ നമ്മൾ കുറ്റിപ്പുറം ഭാഗത്തു നിന്ന് വണ്ടി ഓടിച്ചാണ് ഇവിടെ വരെ വന്നത്. അപ്പോൾ ഇവിടെയൊക്കെ വാഹനങ്ങൾ പോകുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറ്റിപ്പുറം പള്ളിപ്പടി ആശുപത്രിപ്പടി എന്ന ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത്. ഇവിടുന്ന് നമ്മൾ വട്ടപ്പാറ വയഡക്റ്റ് അവസാനിക്കുന്ന ഭാഗം വരെയാണ് പോകുന്നത്. പുതിയതായിട്ട് ഹൈവേയിൽ വർക്കുകൾ കഴിഞ്ഞ ഭാഗത്തൂടെ നമ്മൾ ഒരു യാത്ര ചെയ്യണം, വട്ടപ്പാറ ഭാഗത്തെ വയഡക്റ്റ് അവസാനിച്ച ഭാഗത്തെ വരെ. അപ്പോൾ നിങ്ങൾ ആദ്യമായി കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് മുന്നോട്ടുള്ള ഭാഗത്തേക്ക് ഇവിടുന്ന് തന്നെ കാണാം. നമുക്ക് എല്ലാ ഭാഗത്തും വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ഇനി ക്രഷ് ബാരിയറിന് പെയിൻറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് ഉള്ളത്. ലൈൻ മാർക്കിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ലൈറ്റിൻ്റെ കാലുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. മുന്നോട്ടുള്ള ഭാഗത്ത് എന്തൊക്കെയാണ് വർക്കുകൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് നമുക്ക് യാത്രയിലൂടെ കാണാം. മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്ത് മുഴുവനായിട്ടും വർക്കുകൾ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വളരെ കുറഞ്ഞ വർക്കുകളാണ് മാത്രമുള്ളത്. അപ്പോൾ മിനിസ്റ്റർ പറയുന്നൊരു വാക്ക് ഞാൻ ഇവിടെ കാണിക്കാം. അപ്പോൾ നമ്മുടെ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഏറ്റവും ആദ്യം തുറന്നു കൊടുക്കുന്ന ഭാഗം നമ്മുടെ മലപ്പുറം ജില്ല ആയിരിക്കും. മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്താണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ആ ഭാഗം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. പൂർണ്ണമായും ദേശീയപാത 66 പ്രവൃത്തി പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്ന ജില്ല മലപ്പുറം ജില്ലയാണ് എന്നുള്ളത് ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രാമനാട്ടുകര വളാഞ്ചേരി റീച്ച് 93%, വളാഞ്ചേരി കാപ്പിരിക്കോട് റീച്ച് 92% പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ വിഷയം പരിഹരിക്കാൻ. അപ്പോൾ നിങ്ങൾ മന്ത്രി പറഞ്ഞത് കേട്ടില്ലേ? നമ്മുടെ മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്ത് ഫുള്ളായിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ആദ്യം തുറന്നു കൊടുക്കുന്നത് മലപ്പുറം റീച്ചിലായിരിക്കും, മലപ്പുറം ഭാഗത്തായിരിക്കും. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുറ്റിപ്പുറം കഴിഞ്ഞ് പള്ളിപ്പടി ഭാഗത്തേക്ക് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പള്ളിപ്പടി ഭാഗവും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് വരുന്നത് മൂടാല് ഭാഗമാണ്. വളരെ വേഗത്തിൽ യാത്ര ചെയ്യാവുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇനി ചെറിയ ഫിനിഷിംഗ് വർക്കുകളൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെറുതായിട്ടുണ്ട്. ക്യാമറൻ്റെ ടെസ്റ്റിങ്ങുകൾ നടക്കേണ്ടതുണ്ട്. അതുപോലെ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം ക്രഷ് ബാരിയറിന് ചില ഭാഗങ്ങളിലൊക്കെ വിട്ടുപോയിട്ടുണ്ട് പെയിൻറ്റിങ് ചെയ്യാനുള്ള. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇനിയുണ്ട്. എന്നാലും നമ്മുടെ മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്ത് 90% വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ വാഹനങ്ങൾ ഓടുന്നുണ്ട്. ഇപ്പം ബ്ലോക്കുകളൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ ഇപ്പോൾ നമുക്ക് മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്തുകൂടെ കോഴിക്കോട് ഭാഗത്തേക്കും തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഹൈവേ മാറിയിട്ടുണ്ട്. വളരെ വേഗത്തിലാണ് നമുക്ക് കുറ്റിപ്പുറം ഭാഗത്തുനിന്ന് നമ്മുടെ വളാഞ്ചേരി ഭാഗത്തേക്കൊക്കെ ഇപ്പോൾ എത്താൻ പറ്റുന്നത്. ഈ ഭാഗത്തൊന്നും ഒരു തടസ്സങ്ങളും ഇല്ല. നല്ല രീതിയിൽ ഹൈവേയിലൂടെ തന്നെ യാത്ര ചെയ്യാം. ഇപ്പോൾ ഈ മുന്നിൽ കാണുന്നതാണ് നമ്മുടെ മൂടാൽ ഓവർപാസ്. ഈ ഓവർപാസിൻ്റെ വർക്കുകളൊക്കെ വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ് പെയിൻറ്റൊക്കെ ചെയ്തത് കാണാം. നീല പെയിൻറ്റൊക്കെ ചെയ്തത്. ഇതിൻ്റെ സൈഡ് ഭാഗത്താണ് കുറച്ച് ഭാഗത്തൊക്കെ ഇപ്പോൾ ക്രാഷ് ബാരിയർ ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ ചില ഭാഗത്തൊക്കെ ലൈൻ മാർക്കിങ് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. ഇവിടെ കാണാം നമുക്ക് ലൈൻ മാർക്കിങ് ചെയ്തിട്ടില്ല. അങ്ങനെ ചെറിയ ചെറിയ വർക്കുകൾ, വളരെ കുറഞ്ഞ വർക്കുകൾ മാത്രമാണ് ഇനി വിട്ടുപോയിട്ടുള്ളത്. അതൊക്കെ ഈ മാസം കൊണ്ട് തന്നെ അവർ കംപ്ലീറ്റ് ആക്കും. അതൊക്കെ അവരെ ഓരോ ഗ്യാപ്പിട്ട് വെച്ചത് പറഞ്ഞാൽ നമ്മുടെ എക്സിറ്റ് എൻട്രി വരുന്ന ഭാഗങ്ങളിലേക്കൊക്കെ അവരുടെ ലൈൻ മാർക്കിങ്ങിൻ്റെ രീതി വേറെയാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഡിസൈനിൽ ലൈൻ മാർക്കിങ് ചെയ്യുന്ന ഭാഗത്തൊക്കെ കുറച്ച് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ വർക്കുകൾ വീണ്ടും ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള ഭാഗങ്ങളിൽ മാത്രമാണ് കുറച്ച് വിട്ടുപോയിട്ടുള്ളത്. ഇപ്പം നമ്മൾ പാണ്ഡികശാല ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. പാണ്ഡികശാല ഭാഗത്താണ് കുറച്ച് വലിയ വർക്ക് ഉണ്ടായിരുന്നൊരു ഭാഗം. ഇവിടെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വളരെ വേഗത്തിലാണ് വാഹനങ്ങൾ ഓടുന്ന രീതിയിലേക്കായിട്ടുണ്ട്. നല്ല രീതിയിൽ ഇവിടെയൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ലൈൻ മാർക്കിങ്ങും ക്രഷ് ബാരിയർ പെയിൻറ്റിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇപ്പോൾ ഇതിൻ്റെ കുറച്ച് മുൻഭാഗത്ത് ഈ ഭാഗത്താണ് ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെയൊക്കെ കുറച്ച് ഭാഗത്ത് ക്രഷ് ബാരിയറിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആവാനുണ്ട്. ഇനി പാണ്ഡികശാല ജംഗ്ഷനിൽ വരുന്ന
ഒരു അണ്ടർപാസ് ഉണ്ട്. അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് ആ ഭാഗത്തൊക്കെയാണ് ഇപ്പം നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് ഇനി കുറച്ച് ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയറിന് പെയിൻറ്റിങ് ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള വളരെ ഇതാണ് പാണ്ടികശാല അണ്ടർപാസ്. അതിൻ്റെ മുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെയൊക്കെ പറഞ്ഞാൽ ലൈൻ മാർക്കിങ്ങിൻ്റെ മുന്നോടിയായിട്ടുള്ള ക്ലീനിങ് വരെ കഴിഞ്ഞിട്ടുണ്ട്. അത്രത്തോളം വളരെ വേഗത്തിലാണ് വർക്കുകൾ നടക്കുന്നത്. അപ്പോൾ നമ്മളിനി മുക്കിൽ പീടിക ഒനിയൻ പാലം ഭാഗത്തേക്കാണ് പോകുന്നത്. ആ ഭാഗത്തൊക്കെ വർക്കിൻ്റെ വേഗത എത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. ആ ഭാഗത്തൊക്കെ ഫിനിഷിങ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ക്രാഷ് ബാരിയറിന് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ. അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ മുക്കിൽ പീടിക ഭാഗത്തേക്ക് എത്താറായിട്ട്, ഒനിയൻ പാലം ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട്. പൈങ്കണ്ണൂർ പറഞ്ഞ ഭാഗത്തേക്കാണ്. ഇവിടുന്ന് ഇടത് ഭാഗത്തേക്കാണ് സർവീസ് റോഡിലേക്ക് തന്നെ ഇവിടുന്ന് വാഹനങ്ങളെ കടത്തി വിടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വളാഞ്ചേരി ഭാഗത്തേക്ക് വരുന്ന ഒരു അണ്ടർപാസിൻ്റെ ആ ഭാഗത്ത് അവിടെ വർക്ക് ജോയിൻറ്റിങ് ഒക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് ഇടത് സൈഡിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് അതിലൂടെ ഇങ്ങോട്ടേനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറ്റിപ്പുറം ഭാഗത്തുനിന്ന് അവിടെ നിന്നാണ് വന്നത്. അവിടുന്ന് ഏകദേശം നമ്മുടെ പാണ്ടികശാല കഴിഞ്ഞ് വരുന്ന ഭാഗത്ത് എത്തുമ്പോഴേക്കും ഇവിടുന്ന് ഇടത്തോട്ട് സർവീസ് റോഡിലേക്ക് തിരിച്ചിട്ടുണ്ട് റോഡ്. ഇവിടെ ഒരു കട്ടിങ് കാണാം. ഈ കട്ടിങ്ങിലൂടെ നമ്മൾ അവിടെ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ടേനെ വന്നതാണ്. ഇനി നമ്മൾ ഇതിലൂടെ നേരെ നമ്മുടെ വട്ടപ്പാറ വയഡക്റ്റ് അവസാനിക്കുന്ന ഭാഗം വരെയാണ് പോകുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ മുക്കിൽ പീടിക ഓവർപാസിൻ്റെ മുകളിലൂടെ കടന്നാണ് ഇപ്പോൾ നമ്മൾ വന്നത്. ഇതാണ് നമ്മൾ ആദ്യം വന്ന സർവീസ് റോഡ്. ഈ സർവീസ് റോഡിലൂടെ പോയിട്ട് മുക്കിൽ പീടിക ഓവർപാസിൻ്റെ മുകളിലൂടെ വന്ന് ഇതിലൂടെ ഈ കട്ടിങ്ങിലൂടെയാണ് ഇപ്പോൾ ഇവിടെ കയറിയത്. ഇതൊരു താൽക്കാലികമായിട്ടുള്ള വഴിയാണ്, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വട്ടപ്പാറ വയഡക്റ്റ് അവസാനിക്കുന്ന പാടത്ത് ഭാഗത്തൂടെ നമ്മളൊന്നുകൂടെ യാത്ര ചെയ്യണം. അപ്പോൾ അവിടെയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. കുറച്ച് ഭാഗത്തൊക്കെ ഇങ്ങനെ വണ്ടി തിരിച്ചത് കൊണ്ടൊക്കെ കേടായിട്ടുണ്ട്. ഇതൊക്കെ അവർ നന്നാക്കുമെന്ന് അറിയില്ല. ഇങ്ങനെയൊക്കെയുള്ള ഫിനിഷിങ് വർക്കുകളൊക്കെ ചില ഭാഗത്തൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് കാണാം ക്രഷ് ബാരിയറിന് മഞ്ഞയും കറുപ്പൊക്കെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് പൈങ്കണ്ണൂർ മുക്കിൽ പീടിക വരുന്ന ഒരു ഓവർപാസ്. അതിൻ്റെ അടുത്താണ് വന്നിട്ടുള്ളത്. ഇവിടെ കാണാം നമുക്ക് ഈ പുതുതായിട്ട് ക്രാഷ് ബാരിയറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ റെഡിമെയ്ഡ് ക്രാഷ് ബാരിയർ അല്ല, ഇവിടെ വെച്ച് ചെയ്തതാണ്. അതുകൊണ്ട് ഇതിൻ്റെ വേസ്റ്റൊക്കെ ഇവിടെ കാണാം. ഇനി ഇവിടെ ഈ ഭാഗത്തൊക്കെ ചെറിയ കമ്പികളൊക്കെ പൊങ്ങി കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കാൻ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ക്രഷ് ബാരിയറിന് പെയിൻറ്റിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ റോഡ് വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വഴിയിൽ വരുന്ന സമയത്ത് കണ്ടൊരു കാഴ്ച നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഹൈവേൻ്റെ വർക്ക് കഴിഞ്ഞുകൊണ്ട് ആളുകൾ വളരെ വേഗത്തിൽ ഹൈവേയിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സെൻറ്റർ ഭാഗത്തിലൂടെ യാത്ര ചെയ്യുന്ന കാറുകളായാലും വലിയ വണ്ടികളൊക്കെ ആയാലും പെട്ടെന്ന് എക്സിറ്റ് കാണുന്ന സമയത്ത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് ഇടത് സൈഡിലേക്ക് എടുക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വളരെ അപകടം പിടിച്ചൊരു രീതിയാണത്. വളരെ വലിയ ആക്സിഡൻറ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇറങ്ങിപ്പോകുന്ന സൈഡിലേക്ക് കുറേ മുന്നേ തന്നെ നമ്മൾ സിഗ്നലൊക്കെ ഇട്ട് നമ്മൾ ബോർഡുകളില്ലാത്തത് കൊണ്ടാണത്. അപ്പോൾ നോക്കിയിട്ടൊക്കെ വാഹനങ്ങൾ ഇറക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് വരുമ്പോൾ ആക്സിഡൻറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന അണ്ടർപാസിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ജോയിൻറ്റിങ്ങിന് വർക്ക് നടക്കുന്നതുകൊണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും താഴോട്ട് വന്നിട്ടുണ്ട് സർവീസ് റോഡിലൂടെ. അപ്പോൾ നമുക്ക് ഇനി
തിരിച്ച് അങ്ങോട്ട് തന്നെ ആ ഭാഗത്തേക്ക് തന്നെ പോയി നോക്കാം, മുൻഭാഗത്തേക്ക്. അപ്പോൾ നമ്മൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് വീണ്ടും വന്നിട്ടുണ്ട്, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്. നമുക്ക് അങ്ങോട്ടാണ് പോകാനുള്ളത്. ആ ഭാഗത്തേക്ക് എന്തൊക്കെയാണ് നോക്കാം. അതിൽ പോകാൻ പറ്റുമോയെന്ന് അറിയില്ല, വാഹനങ്ങൾ അവിടെ തടഞ്ഞ് നിൽക്കുന്നൊക്കെ കാണുന്നുണ്ട്. ഏതായാലും പറ്റുന്ന അത്ര പോയി നോക്കാം, ഭാഗത്തുള്ള വർക്കുകൾ നോക്കാം. നമ്മുടെ വട്ടപ്പാറ വയഡക്റ്റ് അവസാനിക്കുന്ന ഭാഗം വരെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്, അങ്ങോട്ടാണ് ഇനി പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സ്പീഡ് ട്രാക്കിൽ പോകുന്ന വാഹനങ്ങൾ സ്ലോ ചെയ്ത് ഇടത് സൈഡിലേക്ക് ഇറങ്ങി അടുത്ത ട്രാക്കിലേക്ക് സ്ലോ ചെയ്ത് ഇറങ്ങി സിഗ്നലുകളൊക്കെ ഇട്ട് മാത്രം മുന്നോട്ട് പോവുക. പെട്ടെന്ന് നമ്മുടെ സാധാ റോട്ടിലൂടെ പോകുന്ന പോലെ പെട്ടെന്നുള്ള എക്സിറ്റ് കാണുന്ന സമയത്ത് അങ്ങോട്ട് എടുക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇടിക്കാൻ സാധ്യത ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പോവുക. ഇപ്പം നമ്മൾ വട്ടപ്പാറ വരുന്ന പാടത്തിൻ്റെ ഭാഗത്താണ് എത്തിയിട്ടുള്ളത്. വട്ടപ്പാറ വയഡക്റ്റ് കഴിഞ്ഞ് വരുന്ന പാടത്തൊക്കെ ടാറിങ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നടക്കുന്ന വർക്കുകൾ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളാണ്. ഇതാണ് ഈ ക്രാഷ് ബാരിയർ. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇവിടെ കാണിച്ചിരുന്നു. ഈ ഭാഗത്തൊക്കെ ഒരു തരം ഷീറ്റ് ഉപയോഗിച്ചാണ് ഈ ഭാഗത്തേക്കൊക്കെ പാടത്തിൻ്റെ ഭാഗത്തൊക്കെ മണ്ണ് ഒഴുകി പോകാതിരിക്കാനുള്ള ഒരു ചെരിഞ്ഞ ഭാഗത്ത് മണ്ണൊഴുകി പോകാതിരിക്കാൻ വേണ്ടി ഒരു ഷീറ്റൊക്കെ വിരിച്ച് അതിൻ്റെ മുകളിലൊക്കെയാണ് ക്രഷ് ബാരിയർ, ഇരുമ്പിൻ്റെ ക്രഷ് ബാരിയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ നമ്മൾ കാണിച്ചിരുന്നു. അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ റോഡിൻ്റെ വർക്കുകൾ ഫുള്ളായിട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതേസമയം തന്നെ ഞാൻ ഈ വരുന്ന സമയത്ത് തന്നെ ഇവിടെ KNRCൻ്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെ കണ്ടു. അവരൊക്കെ ഈ ഭാഗത്ത് ഒരു ടെസ്റ്റ് ഡ്രൈവൊക്കെ നടത്തുന്നുണ്ട്. അവർ വട്ടപ്പാറ വയഡക്റ്റിൻ്റെ മുകളിലൂടെ വന്നിട്ട് കുറ്റിപ്പുറം ഭാഗം വരെയാണ് വാഹനങ്ങളൊക്കെ ഓടിച്ചു പോയത്. അപ്പോൾ അത്രയും ഭാഗത്തൊക്കെ വാഹനങ്ങൾ ഓടിക്കുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ വയഡക്റ്റ് അവസാനിക്കുന്ന അല്ലെങ്കിൽ തുടങ്ങുന്ന ഭാഗം എന്ന് പറയാം, ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ നമ്മൾ കഴിഞ്ഞ വട്ടപ്പാറ വീഡിയോയിൽ ഇവിടെയൊക്കെ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇനി ഇവിടെയൊക്കെ വരാനുള്ള കുറഞ്ഞ വർക്കുകൾ മാത്രമാണുള്ളത്. ക്രാഷ് ബാരിയറിന് പെയിൻറ്റിങ്. ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മുടെ വട്ടപ്പാറ വയഡക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് കാണാം ഫുള്ളായിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്, അടിപൊളിയായിട്ട്. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് സ്പീഡിലൊന്ന് മുന്നോട്ട് പോയി നോക്കാം, എന്നിട്ട് ആ ഭാഗത്തുള്ള കാഴ്ചകൾ എന്താ നോക്കാം. വട്ടപ്പാറ വയഡക്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരുപാട് വീഡിയോയിൽ. കൂടുതൽ ആളുകളും ഇതാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് മുന്നോട്ടുള്ള ഒരു യാത്ര കാണാം. അപ്പോൾ നമ്മൾ കുറ്റിപ്പുറം ഭാഗത്തുനിന്ന് തുടങ്ങി വട്ടപ്പാറ വയഡക്റ്റിൻ്റെ മുകളിലൂടെയൊക്കെ യാത്ര ചെയ്ത് ഏകദേശം അവസാനിക്കാറായ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് വയഡക്റ്റ്. ഇവിടെ നമുക്ക് കാണാം രണ്ട് സൈഡിലും എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് വയഡക്റ്റിൻ്റെ മുകളിൽ. ഇനി ഇവിടെ ഒരു വർക്കുമില്ല. ലൈറ്റിൻ്റെ കാലുകൾ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ക്രാഷ് ബാരിയറിന് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ സൈഡിൽ നീല പെയിൻറ്റുകൾ വരെ അടിച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ വട്ടപ്പാറ അവസാനിക്കുന്ന ഭാഗം. അവിടെയാണ് ഒരു വലിയ കുന്നൊക്കെ ഇടിച്ച് വർക്കുകൾ നടക്കുന്നത്. അവിടം വരെ ഏകദേശം വാഹനങ്ങൾ ഇപ്പോൾ പോകാൻ പറ്റുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട് കുറ്റിപ്പുറം ഭാഗത്തുനിന്ന്. അപ്പോൾ നമുക്കിനി ആ ലാസ്റ്റ് ഭാഗം കൂടെ ഒന്ന് പോയിട്ട് കാണാം.
അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ ടെസ്റ്റിംഗ് ഒക്കെ ആയിട്ട് അവർ യാത്ര ചെയ്തിട്ടുണ്ട്, അവരെ കൂടെയൊക്കെ നമ്മളൊന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നല്ല അഭിപ്രായങ്ങളാണ് കേൾക്കാൻ പറ്റിയത്. വളരെ നല്ല രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മെയ് അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ തുറന്നു കൊടുക്കുമെന്നാണ് കേട്ടത്. അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോയി നോക്കാം. അവസാന ഭാഗത്തെ എൻ്റെ ഭാഗത്ത് വെയിൽ കുറച്ച് കുറവായതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി മുൻഭാഗത്തും കൂടെ പോയിട്ട് അവസാനിപ്പിക്കാം. ഇവിടെയൊക്കെ നമുക്ക് കാണാം നല്ല ഹൈറ്റിലൂടെയാണ് ഈ വയഡക്റ്റ് കടന്നു പോകുന്നത്. വീടുകളൊക്കെ കാണാം താഴെ ഭാഗത്ത്. വളരെ ഹൈറ്റിലൂടെയാണ് വയഡക്റ്റ് കടന്നു പോകുന്നത്. ഇവിടെയൊക്കെ കുറേ വീടുകളുണ്ട് ഈ ഭാഗത്തൊക്കെ. വെയിൽ കുറച്ച് കുറവായതുകൊണ്ടാണ് നല്ലൊരു ഷോട്ടുകളൊക്കെ കിട്ടുന്നൊരു ഭാഗം കൂടെ ആയിരുന്നു. വെയിൽ കുറച്ച് കുറവായിപ്പോയി. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വയഡക്റ്റ് അവസാനിക്കുന്ന ഈ ഭാഗത്ത്, അല്ലെ തുടങ്ങുന്ന ഭാഗത്ത് എന്ന് വേണം പറയാം, ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇതിലൂടെ നമ്മൾ കുറ്റിപ്പുറം ഭാഗത്തു നിന്ന് വണ്ടി ഓടിച്ചാണ് ഇവിടെ വരെ വന്നത്. അപ്പോൾ ഇവിടെയൊക്കെ വാഹനങ്ങൾ പോകുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി വളരെ കുറഞ്ഞ ഫിനിഷിങ് വർക്കുകളാണ് ഇത്രയും ഭാഗത്തു നിന്ന് ഇനി വരാനുള്ളത്. അപ്പോൾ അവിടെയൊക്കെ വാഹനങ്ങളൊക്കെ ഓടുന്നുണ്ട്. നമ്മൾ ഈ ഓട്ടോയിലാണ് വന്നത്. അപ്പോൾ ഇത്രയും ദൂരം വാഹനം ഓടിച്ച് വരാനുള്ള രീതിയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇനി വരാനുള്ള ബാക്കിയുള്ള വർക്ക് നമ്മുടെ ഈ കുന്ന് ഇടിക്കുന്ന വർക്കുകളാണ്, അതിനൊക്കെ നടക്കുന്നുണ്ട്. വട്ടപ്പാറ ഭാഗത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. വീണ്ടും ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ, ജയ് ഹിന്ദ്.